പരേടത്തിന്റെ പേര് പറഞ്ഞോളൂ. നീ എന്തിനാ നിന്റെ അടുത്ത് ആര് പറഞ്ഞു നിന്റെ പേര് പറഞ്ഞത്? പിന്നെ എന്റെ പേര് പറയാതെ റീസർവേ എന്നെ വിളിക്കാം. ഇവനെപ്പോ റെഡിയാക്കും കാര്യമായിട്ട്. കാര്യം വേറൊന്നുമില്ല. എന്റെ ഒരിടത്തിന്റെ അപ്പുറത്താണല്ലോ ഇവന്റെ വീട്. ഞാൻ വൈഫ് ഹൗസിൽ പോയിരുന്ന സമയത്ത് ഇവൻ കൊണ്ടുവന്ന് ഒരു റീസർവേക്കാരനെ വിളിച്ചോണ്ട് വന്ന് ഓഫീസറെ കൊണ്ട് കാണിച്ചിട്ട് അയാൾ എന്നെ വിളിച്ചിട്ട് അത് ഇവൻ പറയാറ് എങ്ങനെ അയാൾ അറിയും? നിന്റെ വസ്തു ഇവന്റെ വസ്തു അടുത്ത് തന്നെ കിടക്കണേ. അപ്പൊ നിന്റെ റീസർവേയിൽ നിന്റെ പേര് സർവേ നമ്പർ നിന്റെ പേര് നിന്റെ പേരിൽ കാര്യം അടക്കണേ. അപ്പൊ നിന്നെ അല്ല പിന്നെ ആര് വിളിക്കും? എടാ പൊന്നനിയാ, നിന്നെ അല്ലേ റീസർവേക്ക് ആൾ വിളിച്ചത് സർവേ? അത് ശരിയല്ല. കേട്ടോ നിനക്ക് നിന്റെ നമ്പറിൽ വിളിച്ചല്ലോ, ആ നമ്പറിൽ ഏത് നമ്പറാണ് ആ നമ്പറിൽ OTP വരും. ആ OTP അതിനകത്ത് ആഡ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഡീറ്റെയിൽ സർവേ ആയി. അവർ ഈ ഡേറ്റ എല്ലാം വില്ലേജ് ഓഫീസിൽ നിന്നാണ് കളക്ട് ചെയ്യുന്നത്. അത് മാത്രമല്ല, എത്ര കാലം കഴിഞ്ഞാലും നിന്റെ പിള്ളേരുടെ കാലത്ത് നീ അവർക്കൊന്നും എഴുതി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നീ ഇപ്പൊ OTP വന്നില്ലേ നമ്പറിൽ അടിച്ചു പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവം, എത്ര വിസ്തൃതിയുണ്ട് നിന്റെ ഭൂമിക്ക്, ആ ഭൂമിയുടെ ഫുള്ള് ഡീറ്റെയിലും അറിയാൻ പറ്റും. അതിനാണ് ഈ റീസർവേ എന്ന് പറഞ്ഞ സാധനം. ഡീറ്റെയിൽ സർവേ ആണ്, അതാണ് ഡീറ്റെയിൽ സർവേ. അപ്പോൾ സത്യാവസ്ഥ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ പേര് മാറി, അതായത് നമ്മൾ കരമടയ്ക്കുന്നത് രാജു എന്നുള്ളത് ചിലപ്പം റെജു എന്ന് പറയുന്ന പയ്യനായിരിക്കും, നമ്മൾ ശ്രദ്ധിക്കില്ല, റെജുവിനായിരിക്കും അടച്ചുകൊണ്ടിരിക്കുക. മനസ്സിലായില്ലേ? ഈ സംഭവങ്ങളൊക്കെ മാറും. അതായത് നിന്റെ പേരിൽ തന്നെ നിന്റെ ഭൂമി വരും. കുറച്ചധികം ആരെങ്കിലും പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്കറിയാം. അതെല്ലാം കറക്റ്റ് ആയിട്ട് വരും. ഡിജിറ്റലാണ്. ഇനി പേപ്പർ കോപ്പി എടുത്തവരടുത്ത് വെക്കലല്ല, ഇനി കാലാകാലം ഡിജിറ്റലായിട്ട് കിടക്കും. ലോകത്തിന്റെ ഏത് മൂലയിലിരുന്നും നിങ്ങളൊരു ഈ പറഞ്ഞ OTP നമ്പർ വെച്ചിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സർവേ നമ്പർ, കാര്യങ്ങൾ, എത്ര ഏരിയ ഉണ്ട്, എത്ര വർഷത്തെ കരമടക്കം ഉണ്ട്, സകല ഡീറ്റെയിൽസ് അതിൽ തന്നെ കിട്ടും. അതാണ്. അപ്പൊ അതുകൊണ്ട് വെറുതെ തെറ്റിദ്ധരിക്കരുത് കേട്ടാ. സർവേറെ ഈ സർവേയർ നിന്നെയല്ലേ വിളിച്ചത്? നിന്റെ സ്ഥലത്തിന്റെ കാര്യങ്ങൾ അറിയാനായിട്ട് നിന്നെയല്ല നിന്റെ അപ്പൂപ്പനെ വിളിക്കാൻ പറ്റൂടെ? അല്പമെങ്കിലും ചിന്തിക്കണ്ടേടാ. എന്തിനാണ് ഈ പാപ്പ? അല്ലെങ്കിൽ എല്ലാത്തിനും ഒരു സമാധാനം ഇല്ല. അതൊന്ന് നീ ഒരുപാട് മണ്ടത്തരവ് കാണിക്കും, എങ്കിലും ഇപ്പോഴും യവന്റെ ഭാഗത്താണ് ഞാൻ. കാര്യം പറഞ്ഞ മനസ്സിലാവും. പിന്നല്ലാതെ കെട്ടിപ്പിടിയടാ, രണ്ടും കെട്ടിപ്പിടിയടാ. സഹായിച്ചു. യവൻ ചായ വാങ്ങിച്ചു ഇന്ന് മഴ വേറെ കടയിൽ കുടിക്കാം. ഈ കടയിൽ അന്നത്തെ കടയിൽ പോകണം, നമുക്ക് വേറെ കടയിൽ പോകണം. കാലം മാറുന്നതിനനുസരിച്ച് സ്വയം മാറാനും പുതിയവ പഠിക്കാനും ശ്രമിക്കുക.